ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പുറത്ത് നല്ല മഴയാണ്, ചെറുതായിട്ടേ പൊടിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ചായ ഉണ്ട് കയ്യിൽ. അമ്മ രാവിലെ നല്ല സ്ട്രോങ് ചായ ഇട്ട് തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും മട്ടർ കറി, ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് തേങ്ങ അരച്ച് ചേർക്കാത്ത കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി. നമ്മൾ ബാംഗ്ലൂർ വെച്ചിട്ട് ആക്കണ കറിയാണ്. അപ്പോൾ അതാണ് ആക്കിയത്. പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി ആക്കിയത്. ചപ്പാത്തി ഇനി സിമുക്കുട്ടിക്ക് 8 മണിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി ആക്കണത്. കോഴികളെ ഞാൻ മറ്റേത് തുറന്നു വിടുന്നതായിരുന്നു. ഇന്നും ഇനി ഞാൻ തുറന്നു വിട്ടില്ല, കാരണം മഴയൊക്കെയാണ്. ഇവിടെ എല്ലാം അത് തൂറി പടച്ച് വെക്കും. സോ അതുകൊണ്ട് ഇന്ന് തുറന്നു വിട്ടില്ല. ഇനി കുറച്ച് ദിവസം ഫുഡ് കൂട്ടിലിട്ട് കൊടുത്ത് അങ്ങനെ അങ്ങ് കുറച്ച് ദിവസം ഇനി അങ്ങനെ അങ്ങ് വളർത്താമെന്ന് വിചാരിക്കുന്നു. ഇപ്പം കിടന്ന് കരയുന്നുണ്ട്, ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി ചപ്പാത്തിയൊക്കെ ആക്കി വന്നതിന് ശേഷം അവർക്കുള്ള ഫുഡ് കൊടുക്കാം. മഴയത്തേക്ക് നല്ല രസമാട്ടാ, മഴ ചായ. എല്ലാവരും ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പം എന്നെ കാണുമ്പോഴേ ഇവർക്ക് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാക്കിട്ട് കൊടുത്തത് സൈഡിലോട്ടോ, നെറ്റായതുകൊണ്ട്. അതൊക്കെ എന്നെ കാണുമ്പോഴേ ഓടിച്ചാടി ഇങ്ങനെ കയറുന്നതാണ്. ആരും കയറിയില്ല ഗൈസ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഒരാളിരുന്ന് ഊഞ്ഞാലായിരുന്നു. ഒരാൾ മുട്ടയിടാനിരിക്കുന്നു കേട്ടോ. ഇന്നലെ നമ്മുടെ 2 കോഴികൾ മുട്ടയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. നമുക്കിനി അകത്തോട്ട് പോവാം. ലുട്ടാപ്പി ആണെങ്കിൽ എപ്പോഴും നമ്മുടെ അടുക്കളയിലെ കതവ് തുറന്നു കഴിഞ്ഞാൽ ഓടി വന്നിങ്ങനെ എത്തിങ്ങനെ നോക്കും, എന്തെങ്കിലും ആയിട്ടുണ്ടോ. ആയിട്ടില്ലെങ്കിൽ പിന്നെ പതുക്കെ ഇറങ്ങി ഒറ്റ ഓട്ടമാണ്. ഇപ്പം മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഇയാൾ ചൂടും പറ്റി കിടന്നുറങ്ങുന്നു. ഈ മാറ്റിലാണ് കിടക്കുന്നത്. ലുട്ടു ഉറങ്ങിക്കോ, ശല്യം ചെയ്യുന്നില്ല, ഉറങ്ങിക്കോ, കിടന്നുറങ്ങട്ടെ. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. അപ്പം എൻ്റെ ഗ്രീൻ പീസ് കറി ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗ്രീൻ പീസ് കറി. ചപ്പാത്തിക്കുള്ള ആട്ട് ഞാൻ ഓൾറെഡി തന്നെ കുഴച്ച് വെച്ചിരുന്നു, കാരണം കുറച്ച് നേരം അത് സെറ്റാകാനായിട്ട് വെക്കണം. പിന്നെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്ന് അങ്ങനെ നമ്മൾ നല്ല ഫ്രഷ് നെത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ മീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നെത്തോലിയാണ് മേടിച്ചത്. കണ്ടിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തോന്നി. സോ അപ്പോൾ അത് മേടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ചപ്പാത്തി പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സിമുക്കുട്ടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അപ്പം അമ്മ ചുടും ഇങ്ങനെ വീർപ്പിക്കും. നമ്മളെപ്പോഴും ഫുൽക്ക പോലുള്ള ചപ്പാത്തിയാണ് ആക്കണത്. നമ്മൾ ബാംഗ്ലൂരും അതേപോലെയാണ് ആക്കുന്നത് കൂടുതലും. എണ്ണ നമ്മൾ ഓവർ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ പരത്തി കൊടുക്കും, അമ്മ ചപ്പാത്തി ചൂടും. അങ്ങനെ കുഞ്ഞിക്കും സെബിനാച്ചനും ഞങ്ങൾ പിന്നെ ചൂടോടെ കൊണ്ട് കൊടുത്തു. പപ്പ എന്നെ ബ്രഷ് ചെയ്ത് വന്നില്ലായിരുന്നു. അപ്പം പപ്പ വന്നപ്പോൾ പപ്പയ്ക്കും കൊടുത്തു. അപ്പം ചപ്പാത്തി വെക്കുകയാണ്. രാവിലെ തലേണയൊക്കെ എടുത്ത് ദൂരോട്ട് എറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞാവ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞിക്കിളി ഓർമ്മ വന്നത്. അപ്പം നമ്മൾ എവിടെ പോനും, അപ്പോൾ ഉടനെ അവൾക്ക് കുഞ്ഞിക്കിളിയെ കാണണം. സോ അപ്പം ഇറക്കി വിടുന്നില്ല, നമ്മുടെ ആ നെറ്റിൻ്റെ ആ സൈഡിൽ കൂടെ ഒന്ന് കാണിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, കാണോ എന്തൊക്കെ കാണാൻ പോയി, നമ്മൾ കുഞ്ഞിക്കിളി കാണാൻ പോയി. കുഞ്ഞിക്കിളി ഇങ്ങ് ചാടി കയറി കേട്ടാ. കുഞ്ഞിയെ ഭയങ്കര ഇഷ്ടമാണ്. പാവം കുഞ്ഞിക്കിളി. കുഞ്ഞെ നോക്കുക, മേളിൽ കയറി വന്ന് നോക്കുന്നു. മുട്ട കിട്ടിയാ? കൊച്ചിനറിയാം സ്ഥലമൊക്കെ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും അമ്മയും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നമ്മളെപ്പോഴും ഒരുമിച്ചാണ് കഴിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് സിമിക്ക് കുറേ ഗുളിക കൊടുക്കാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്ത് വേണം കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ ഞാനും ഒരുമിച്ചൊരു കമ്പനി ആവാന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. നല്ല ചൂടോടെ തിന്നണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിന് ശേഷം ഞാൻ പിന്നെ കോഴിക്കുള്ള തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ മീനുള്ള തീറ്റ കൊടുത്തത്. മീൻ പിന്നെ ഭയങ്കര കൊതിയന്മാരാണ്. തീറ്റ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴേക്കും പോയിട്ട് ചടപടയെന്ന് പറഞ്ഞങ്ങ് തിന്നും. അപ്പോൾ പിന്നെ ഫിഷ് ടാങ്കൊക്കെ നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇന്ന് രാവിലത്തെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആയി, കാരണം നമ്മൾ ഫുഡ് കഴിച്ചു. ലുട്ടാപ്പി, പിന്നെ നമ്മുടെ കോഴികൾ, ഫിഷ്, ഇവരൊക്കെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. നമുക്ക് നെത്തോലിയായിരുന്നു കിട്ടിയത്. നല്ല നെത്തോലിയാണ്, ഫ്രഷ് നെത്തോലിയായിരുന്നു. അപ്പോൾ അത് നേരത്തെ
ആയതുകൊണ്ട് നേരത്തെ കിട്ടിയതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നു. ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചേക്കാണ്. പപ്പയാണെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്യായിരുന്നു സിറ്റ് ഔട്ടിൽ ഇരുന്ന്. അമ്മ പിന്നെ കുഞ്ഞായിട്ട് പുറത്ത് നിന്ന് കളിക്കുകയായിരുന്നു. അച്ഛനാണെങ്കിൽ ഷോപ്പിൽ പോവാൻ റെഡിയാവുകയാണ്. അപ്പം കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പം ഉച്ചയ്ക്ക് ഞാൻ പോവും. ഉച്ചയ്ക്ക് ഫുഡും ഒക്കെ ആയിട്ടാണ് ഞാൻ പോണേ. സോ അപ്പം നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെടുക്കാൻ കൊല്ലത്ത് പോകണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റും. കൊല്ലത്താണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവരണം. സോ അപ്പം ഇന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല. അപ്പം മഴ അതും ഇതുമൊക്കെ ആയതുകൊണ്ട് ഇനി എന്താണെന്ന് അറിയത്തില്ല. സോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് പോയിട്ട് എടുക്കും. ഒരു ടൈം ടേബിൾ എന്നതുപോലെ എന്നും രാവിലെ 10 മണിക്ക് നമ്മൾ സിമുകുട്ടിക്കുള്ള കിച്ചടി അങ്ങ് ആക്കാനായിട്ട് വെക്കും. അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അത് പെട്ടെന്ന് പിന്നെ ഞാൻ ഒരു ക്യാരറ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അവളിങ്ങനെ ചുമയ്ക്കും. അതിന് ശേഷം പിന്നെ ഞാൻ അത് കുക്കറിലാക്കിയതിന് ശേഷം പുറത്ത് നോക്കിയപ്പോൾ സെവനാഴ്ച പോവുമായിരുന്നു ഷോപ്പിൽ. അപ്പോൾ അമ്മയും കുഞ്ഞിയും കൂടി ഗേറ്റ് തുറക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞെ ഞാൻ എങ്ങനെയോ പിടിച്ച് വലിച്ച് അകത്ത് കയറ്റി. അല്ല ഒരു വിധത്തിൽ വരുത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ടി വിയിൽ ദ ബില്യൻസ് എന്നും പറഞ്ഞിട്ടൊരു കാർട്ടൂൺ വെച്ച് കൊടുത്തു. പക്ഷേ അവളെയൊക്കെ കൂടുതലും അവിടെ ഇരുന്ന് കണ്ടത് ഞാനായിരുന്നു. പിക്ചറും ഉണ്ട്, മുറുക്കും ഉണ്ട്. ആ കയറിക്കോ, ആ പൊക്കോ, ആ പീ 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 പൊക്കോ പൊക്കോ പിക്കി പീ പീ. ഞാൻ പിടിച്ചിട്ടില്ല, അവൾ തന്നെ പോന്നു. ഗൈസ്, അപ്പോൾ എൻ്റെ കുഞ്ഞാവ സൈക്കിൾ ശരിയാക്കുകയാണ് കേട്ടോ. സൈക്കിൾ ശരിയാക്കുവാൻ ഇങ്ങനെ വേണം നമ്മൾ സൈക്കിൾ ശരിയാക്കാൻ, ഇല്ലേ കുഞ്ഞി? ആ നമ്മളിങ്ങനെ കറക്കി കറക്കി കൊടുക്കണം. കണ്ടോ, അങ്ങനെ വേണം സൈക്കിൾ ശരിയാ. കാല് നോക്കണേ. സൈക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് എൻ്റെ കൊച്ച് ടൂൾസും ഒക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. സൈക്കിൾ കംപ്ലൈൻ്റ് ഒന്നുമല്ല, ചുമ്മാ അവളിങ്ങനെ ഓരോന്ന് കളിക്കുന്നതാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയേക്കാട്ടോ. ഇതോ വലിച്ചഴിച്ചുകൊണ്ട് വരുന്ന ടൂൾസ്. എന്നുവെച്ചാൽ ബൈക്കൊക്കെ ശരിയാക്കുന്ന ടൂൾസാണ്. ഇതിൽ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് കുഞ്ഞിൻ്റെ അമ്മാത്തു പേനയൊക്കെ ഇരിക്കുന്നത്. കുഞ്ഞി പേന ആരെടുത്തിട്ടേ? പേനയുണ്ട്, ഫോണിൻ്റെ സ്റ്റാൻഡ്, കുറേ ഇരിപ്പുണ്ട്. അച്ഛൻ കുറേ ടൂൾസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി. ആ ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ ശരിയാക്കാൻ. കൊച്ചു പണി ചെയ്യാണ്. ഇങ്ങനെ 2-3 തട്ടൊക്കെ കൊടുക്കണം. അപ്പോൾ സൈക്കിൾ ശരിയാവും. കണ്ട, നിങ്ങൾക്ക് വല്ല സൈക്കിൾ ശരിയാക്കണമെങ്കിൽ എൻ്റെ കൊച്ചിനെ അപേക്ഷിച്ചാൽ മതി. എൻ്റെ കൊച്ച് നല്ല പൊളിയായിട്ട് സൈക്കിൾ ശരിയാക്കി തരും, ഇല്ലേ കുഞ്ഞി? ഇനി അടുത്ത ടൂൾസ് എടുക്കാൻ പോയതാണ് ഈ സാധനം. അയ്യോ, അത് പൊട്ടിപ്പോയി, കുഴപ്പമില്ല, പോട്ടെ. സമയം 11:05 ആയിട്ടുണ്ട്. 12:10 ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പം അമ്മയാണെങ്കിൽ മീൻ തോരൻ, നമുക്ക് നല്ല നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം നെത്തോലി വെച്ചിട്ട് തോര ആക്കുകയാണ്. അപ്പം എനിക്കിനി രസം ആക്കണം. അപ്പം ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. അപ്പം അമ്മ തോരൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരും. എന്നിട്ട് കുഞ്ഞിയെ നോക്കും. എന്നിട്ട് ഞാൻ പോയിട്ട് രസമാക്കും. അപ്പം എത്ര പെട്ടെന്ന് പണി തീർക്കാവോ അത്രയും നല്ലതാണ്. അപ്പം നമുക്ക് പോവാമല്ലോ. ഹലോ ഗൈസ്, ഇയാള് പോയി അങ്ങോട്ട് സൈക്കിൾ ശരിയാക്കണോ? കുളിക്കണം, നമുക്ക് കുളിച്ച് ശുണ്ടരി ആവാന്. ഹലോ ഗൈസ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡെന്ന് പറയുന്നത് അമ്മയുടെ സ്പെഷ്യൽ നെത്തോലി പീര വറ്റിച്ചത്, പിന്നെ ചൂട് ഗൈസ്, രസം, പിന്നെ ഒരു റെസിപ്പിയും കൂടി ഉണ്ട്, തക്കാളി ചട്നി. തക്കാളി ചട്നി വെളി വെക്കണോ? തക്കാളി ചട്നി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. സിമക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവൾക്ക് നമ്മൾ കിച്ചടി മിക്സിയിലിട്ട് അരച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കണേ. അപ്പോൾ എന്നും ഒരു 11:30 ആകുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇന്ന് അപ്പ പുറത്തോട്ട് പോയി എന്തോ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. സോ അപ്പോൾ അല്ലെങ്കിൽ അപ്പയാണ് ഇവർക്ക് കൊടുക്കാൻ സഹായിക്കുന്നത്.
സോ ഇന്ന് അപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. സിൻകുട്ടി പാട്ടൊക്കെ കേൾക്കുകയാണ്. പുറത്തിപ്പം മഴയില്ല കേട്ടോ, അപ്പം ഇച്ചിരി നിന്ന. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി പെട്ടെന്ന് ഫുഡ് കഴിച്ച് കുഞ്ഞിനെ കൊടുത്ത് കുഞ്ഞിനെ ഒരുക്കി ഞാനും ഒരുങ്ങി കടയിൽ പോകുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇനിയത്തെ പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.